ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് റെസിപ്പി ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 3-4 പ്രോഡക്റ്റുകളാണ്. ഈ പ്രോഡക്റ്റൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഞാനൊരു 2-3 എണ്ണം ഇതിൽ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പർ സംഭവങ്ങൾ തന്നെയാണ്. ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല. ഞാൻ തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഫ്ലോപ്പ് അല്ല കേട്ടോ ഒന്നും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ സവോള അത് ഇങ്ങനെ കുത്തി പിടിച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് അല്ലാതെ കത്തി കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ കുട്ടികളൊക്കെ കട്ട് ചെയ്ത് തുടങ്ങുന്ന കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, പാചകമൊന്നും അറിയാൻ വയ്യാത്തവർ. ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കത്തിയൊക്കെ ഉപയോഗിക്കും. കുറച്ച് പേടിയൊക്കെ ഉള്ള കുട്ടികളുണ്ടാവുമല്ലോ, മുറിച്ചൊക്കെ ഉള്ള കത്തി എടുത്തിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിങ്ങനെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്താലും മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് സാധാരണ അവർ ആ വീഡിയോയിലൊക്കെ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഞാനിതിനെ മുമ്പോട്ട് കാണിക്കുന്നുണ്ടത് അങ്ങനെ മാത്രമാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ഒരു ട്രിക്കും കൂടെ ആണ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ സാധാരണ കളയുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കളയാൻ വിട്ടുപോയിട്ടുള്ളതാണത്, ആ വൈറ്റ് പോർഷൻ അത്. അപ്പം ഞാനിപ്പോൾ ഇത് ഒരു ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ടാണ് ഞാനതിപ്പോൾ കട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ ഇത്ര അരിഞ്ഞെടുത്തിട്ട് നമുക്കിതുപോലെ തിരിച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിങ്ങനെ തിരിച്ച് വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ കൈ മുറിയുമോന്നോ തട്ടുമോന്നോ ഒന്നും പേടിക്കണ്ട. ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇതേപോലെ 2 സൈഡ് ഇങ്ങനെ ചരിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കിത് ഊരിയെടുക്കാൻ നിൽക്കണ്ട. ഇതേ കണ്ടോ, നല്ല ഇതിന് മുമ്പേ കാണിച്ചിട്ടുള്ളതാണ്. ഒരു വീഡിയോ ഇതായിട്ട് ചെയ്തിട്ട് നല്ല ഷാർപ്പാണ് കേട്ടോ. ഇനി നമ്മളൊരു പ്രാവശ്യം ഒന്ന് കുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോവുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇപ്പോൾ പൊടിയായിട്ടാണ് അരിഞ്ഞത്. കുറച്ചുകൂടെ വലിയ പീസായിട്ട് വേണമെങ്കിൽ നമുക്ക് അതും ഇതുപോലെ തന്നെ ഒരു 2-3 ഇട വിട്ടിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിട്ടിട്ട് ഒരല്പം വലുതായിട്ട് നമുക്ക് ഇനി അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഏത് വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഞാനൊരു 2-3 സൈസിൽ അരിഞ്ഞെടുക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ കണ്ടോ, നമുക്ക് ആവശ്യത്തിന് ഉള്ള വലുപ്പത്തിന് ആ ഒരു കമ്പി ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് കത്തി നമുക്ക് മുറിച്ചെടുത്താൽ മതി. ഇത് അപ്പം വെളിയിൽ നല്ല മഴയുണ്ട്, സൗണ്ട് ക്ലിയർ ആകുമോയെന്ന് അറിയില്ല. ഇതുപോലെ നമുക്ക് കത്തി കൊണ്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ കുത്തി പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അത് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റേതും ഈ വൈറ്റ് പോർഷനൊന്ന് കളഞ്ഞേക്കണം, ഞാനത് കളഞ്ഞിട്ടില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വളരെ നൈസായിട്ട് കൈ തട്ടുക എന്നുള്ള മുറിഞ്ഞ് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം. കുറച്ച് വലിയൊരു വീഡിയോ ആണ്, കുറച്ച് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പീലറിൻ്റെത്. അതിനകത്തും ഒരുപാട് പേർക്ക് സംശയം അത് നല്ലതാണോ എന്നുള്ളതെന്ന് പറയുന്നതുപോലെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇത് കാണിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്താൽ ഓരോ ആ കമ്പിയില്ലേ അതിനകത്ത് കൂടെ ഓരോ സൈഡിൽ കൂടെ നമുക്ക് എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ കനം കുറച്ചിട്ട് സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നമുക്ക് ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സവോള ഫ്രൈ ചെയ്തെടുക്കില്ല, ആ സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണിത്. സത്യത്തിൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ലതായിരിക്കും ഞാൻ കരുതിയതേ ഇല്ല കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കുക്കുംബർ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം, എനിക്ക് തോന്നുന്നു ഈ കോവയ്ക്കയൊക്കെ ചിലപ്പോൾ ഈ 2-3 എണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അത് മറന്നു പോയതാണ്. ചിലപ്പോൾ അതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. കണ്ടോ, വളരെ നൈസായിട്ട് പൊടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ.
ചില പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ ചിലപ്പോൾ കുറച്ച് എന്താ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അത് എടുക്കാനും അതെനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇതിലും എളുപ്പം കൈ കൊണ്ടാണ് എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നൊരു സംഭവമാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ കൊച്ചല്ലേ, നല്ല കനമാണ് കേട്ടോ. എനിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടാകുമോ, ഇതിന് കമ്പിക്കൊക്കെ നല്ല കട്ടിയൊക്കെ ഉണ്ടാവുമോ, ഇത്ര ബലം ഉണ്ടെന്ന് കരുതിയതേ ഇല്ല കേട്ടോ ഞാനിത്. എന്തായാലും നല്ല സംഭവം തന്നെയാണിത്. അപ്പോൾ തക്കാളി നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ, വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കുത്തുമ്പോൾ തന്നെ കണ്ടോ താന്ന് വരുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം നല്ല കിടിലം ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ സാധാരണ ഉള്ളി അല്ലെങ്കിൽ സവോളയൊന്നും അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറില്ല. തക്കാളി ഒന്നും അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറില്ല. കറിക്ക് അപ്പോഴും തന്നെ അരിഞ്ഞെടുക്കുകയേ ചെയ്യാറുള്ളൂ. പിന്നെ പൊളിച്ച് വെക്കും കേട്ടോ. സവോളയും ഉള്ളിയൊക്കെ തോല് കളഞ്ഞിട്ട് പൊളിച്ച് വെക്കാറുണ്ട്. ഇത് അടുത്തൊരു സംഭവമാണ് കേട്ടോ, ഒരു നമ്മുടെ ഗാർലിക് ചോപ്പർ. വളരെ എളുപ്പത്തിൽ ഗാർലിക് ചോപ്പർ എൻ്റെ ചെറുതുണ്ട് കേട്ടോ, വേറെ സൈസുണ്ട്. അത് കൈ നമുക്ക് കുറച്ചൊന്ന് ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ കൈ ഉരഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് അങ്ങനെയല്ല, നമ്മുടെ കൈ ഒന്നും ഉരഞ്ഞു പോകില്ല. ഇതുപോലെ ഒരു വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ആ നേരത്തെ ഉള്ള സാധനം ഉണ്ടല്ലോ, വേറൊരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു അടപ്പ് പോലെ, അത് വെച്ചിട്ട് അത് വെക്കുന്ന ആ ഒരു കിട്ടിയില്ല. ഇതുപോലെ. അപ്പോൾ ഞാൻ വലത്ത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടത്ത് കയ്യിൽ പിടിച്ചപ്പോൾ എനിക്കൊരു വശം കിട്ടുന്നില്ല കേട്ടോ. അതിന് വലത്ത് കൈയല്ലേ നമുക്ക് കൂടുതലും വശം കിട്ടാതെ. അപ്പോൾ അതേ പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ ശരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അത് ചെയ്യുന്ന സമയത്ത്. എങ്കിലും വില വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 100-ന് താഴെ അല്ലെങ്കിൽ 115 അങ്ങനെ എന്തോ റേറ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. കേട്ടോ, ഒരല്പം മാത്രം അതിൽ ബാക്കി നിൽക്കുന്നുണ്ട്, സ്വല്പം ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് മെല്ലെ ഒന്ന് അരിഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കുഞ്ഞൊരു പീസാണ്, അതും ചതഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതാണ്. പിന്നെ രസം വെക്കുമ്പോൾ വേണമെങ്കിലും കുറച്ചധികം വേണം. അത് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് കൈക്കൊന്നും കേടൊന്നും വരുന്നില്ല. നമ്മുടെ കൈയൊന്നും ഒരയോ മുറിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മിഡിലേക്ക് ഒരു സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ സൈഡിലോട്ട് ഇപ്പോൾ ഇരിക്കുമ്പോൾ വെച്ചാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി എനിക്ക്. കുറച്ചും കൂടെ ഇങ്ങോട്ട് പുറകോട്ട് മാറ്റിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ലതാണ്. നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി അടുത്തത് ഞാനൊന്ന് കാണിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ്. അത് ഞാൻ ഇതുപോലെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരികയാണ്. ഇതും ഒട്ടും പുറകിലല്ല കേട്ടോ, നല്ല സൂപ്പർ സംഭവമാണ്. ഇതുപോലെ വെച്ചൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ കണ്ടോ നല്ലതായിട്ട് തന്നെ ഇതിൽ കൂടി ഇങ്ങനെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ കട്ടായി വന്നിട്ടുണ്ട്. ഒരുവിധം ചതയുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്, എങ്കിലും അടിപൊളിയാണ്. ഇനി നമുക്ക് അങ്ങനെ കുറച്ചൊരു അവിടെ ഇങ്ങനെ ശരിക്കും കട്ടാകാതെ വന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ആണെങ്കിലും ഉള്ളിയൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കയ്യിലൊന്നും ആകാതെ കൈ മുറിയാതെ അടിപൊളിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് ക്രഷ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റൊരു സംഭവമാണ്. എൻ്റെ ട്രൈപ്പോഡ് ഒരുപാട് ബലം കൊടുക്കാതെയാണ് ചെയ്തതെങ്കിൽ എന്തോ ട്രൈപ്പോഡൊന്നും അനങ്ങുന്നുണ്ട് കേട്ടോ. അതാണ് ആ ഒരു ചെറിയൊരു ഷെയ്ക്ക് അങ്ങനെ വരുന്നവിടെ. ഇതും സൂപ്പറാണ്. അപ്പോൾ ഈ കുക്കുംബർ നമുക്ക് ശരിക്കും കാണാനായിട്ട് അത്ര ഇതെനിക്ക് തോന്നുന്നില്ല. മറ്റേ നല്ല ഗ്രീൻ കളറുണ്ടല്ലോ, അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ലതുപോലെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സലാഡിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഡിസൈനായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പം നല്ല രസമല്ലേ. അപ്പോൾ ഇതുപോലെ കണ്ടോ നല്ല അതിൻ്റെ ഡിസൈനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഇത്രയും ഇത് മൂർച്ചയിൽ ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതൊരു സംഭവം കണ്ടാൽ നമുക്ക് ഇത്ര മൂർച്ചയുണ്ടെന്ന് തോന്നത്തില്ല കേട്ടോ. കണ്ടോ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഡിസൈനൊക്കെ വന്നിട്ട് നമുക്കിത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് സലാഡ് അല്ല ഒന്ന് അലങ്കരിക്കാനൊക്കെ ആയിട്ടേ നല്ല ഡിസൈനായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ കളറാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷേ തക്കാളിയൊന്നും പറ്റത്തില്ല കേട്ടോ. തക്കാളി എന്ന് പറയുമ്പം അങ്ങ് സോഫ്റ്റായി ഇതായി പോകും. തക്കാളിയൊന്നും പറ്റത്തില്ല. കുക്കുംബർ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ.
കുക്കുംബർ മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സലാഡിനുള്ള വെള്ളരി അത് മാത്രമേ ശരിയാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ചെയ്തിട്ടില്ല വേറൊന്നും. ഇതെന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ തീരെ വിലക്കുറഞ്ഞ സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് പരീക്ഷിക്കാം എന്നോർത്ത് മാത്രമാണ് കേട്ടോ. കണ്ട, നന്നായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്. കണ്ട, ഇതേപോലെ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇനി കുറച്ചും കൂടെ ചരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ അരിഞ്ഞ സവോള കളയാതെ ആ വലുതായിട്ട് അരിഞ്ഞ സവോള നമ്മുടെ സ്റ്റോറേജ് ബോക്സിൽ അന്നൊരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റോറേജ് ബോക്സ്, അതിലേക്ക് ഞാൻ ആക്കി വെക്കുന്നുണ്ട്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് മാത്രം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ സവോള കഴിക്കുന്ന പതിവുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ആ ചെറുത് വലുതായിട്ട് അരിഞ്ഞത് ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ ഒരു അറയിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ തക്കാളി ഉള്ളിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും, നാളെ തന്നെ എടുക്കും. അതല്ല, കാരണം അരിഞ്ഞങ്ങനെ വെക്കുന്നിടത്ര താല്പര്യമില്ല. ഉള്ളിയും തക്കാളിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബോക്സിൽ ഇപ്പോൾ വയ്ക്കുന്ന കാന്താരി മുളകാണ്. ഇഷ്ടംപോലെ കാന്താരി മുളകുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് വെച്ച് ആ വീഡിയോ കൂടെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ, ഈ ഒരു സ്റ്റോറേജ് ബോക്സ്. താങ്ക് യു.